ഡൽഹി ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ കുന്തമുനകൾ ഇപ്പോൾ നീളുന്നത് ബംഗ്ലാദേശിലേക്കാണ്. അതായത് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലാണ് ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ ആസൂത്രണം നടന്നത് എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരം ഇപ്പോൾ NIA പുറത്തുവിടുകയാണ്. അതായത് പാകിസ്ഥാനും തുർക്കിയും നൽകുന്ന സാമ്പത്തിക സൈനിക സഹായങ്ങളെ കൃത്യമായിട്ടും ബംഗ്ലാദേശ് ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ യൂനിസ് എന്ന് പറയുന്ന അവിടുത്തെ ഉപദേഷ്ടാവിന്, അതായത് താൽക്കാലിക ഭരണകൂടത്തിൻ്റെ ഉപദേഷ്ടാവിന് ഒരു സ്ഥിരം ഭരണാധികാരിയായി മാറണം, അല്ലെങ്കിൽ തനിക്ക് അധികാര കസേരയിൽ പിടിച്ചു നിൽക്കണം, ഇതിന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ ഈ ആസൂത്രണം നടത്തിയിട്ട് അത് ബംഗ്ലാദേശിൽ വെച്ച് നടത്താൻ പോയത്. അതായത് ചെങ്കോട്ട സ്ഫോടനത്തിന് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു തീവ്രവാദ നേതാവ് ബംഗ്ലാദേശിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു. ധാക്കയിൽ നടക്കുന്ന ഈ മീറ്റിങ്ങിൽ ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും നേതാക്കൾ പങ്കെടുക്കുന്നു. ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ചില പ്രതിനിധികളും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. ഇതിന് ശേഷമാണ് ഇത്തരമൊരു ആക്രമണം നടന്നത്. പാകിസ്ഥാനിൽ നിന്ന് 40 കിലോ RDX ബംഗ്ലാദേശിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ 40 കിലോ RDX എവിടെയാണെന്ന് യാതൊരു ധാരണയുമില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് ആ RDX കടത്തിയിരിക്കുന്നു. 2900 കിലോഗ്രാമോളം വരുന്ന സ്ഫോടക വസ്തുക്കളുടെ കൂട്ടത്തിൽ ഈ 40 കിലോഗ്രാം RDX ഉണ്ട്. അപ്പോൾ 2-3 പേർ ചേർന്ന് ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി ആയിരുന്നില്ല ഇതെന്നും ഇതൊരു ചെയിനായിട്ടുള്ള നെറ്റ്വർക്ക് ആയിരുന്നു എന്നും വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇത്തരമൊരു ആക്രമണത്തിന് പദ്ധതിയിട്ടെന്നുമുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. കാരണം ലഷ്കർ ഇ തൊയ്ബ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകര സംഘടനയുടെ പ്രവർത്തകർക്ക് ഇന്ത്യൻ അതിർത്തിയിലൂടെ ഇപ്പോൾ നുഴഞ്ഞു കയറാൻ പറ്റുന്നില്ല. പകരം ഇന്ത്യയുമായി അടുപ്പമുണ്ടായിരുന്ന ബംഗ്ലാദേശ് എന്ന രാജ്യം ഇപ്പോൾ ശത്രുപക്ഷത്താണെങ്കിലും ആ രാജ്യത്തൂടെ അവരെ നുഴഞ്ഞു കയറ്റാനായിട്ട് സാധിക്കും. ബംഗ്ലാദേശിൽ പഠിച്ച ചില ഡോക്ടർമാർക്ക് ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ചില ബന്ധങ്ങളുണ്ട്. കൂടാതെ ഏതാണ്ട് 1700ഓളം പേരെയാണ് NIA വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ഇതിൽ പലരെയും ഇപ്പോൾ തിരിച്ചു വിട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ നേരത്തെ പറയുന്ന പോലെ ഒരു ഇമാമിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ബംഗ്ലാദേശിൽ പഠിച്ച് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ചില ഡോക്ടേഴ്സ്, നിലവിൽ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഇവർക്കൊക്കെ തന്നെ ബന്ധമുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ NIA കൃത്യമായ പണി ആരംഭിച്ചു എന്ന് മനസ്സിലാവുന്നുണ്ട്. നമുക്കറിയാം, ഒരു വൈകുന്നേരം 6:55 കൂടിയാണ് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം ഉണ്ടാകുന്നത്. മണിക്കൂറുകൾക്ക് ശേഷം പുലർച്ചെ ഏതാണ്ട് 3 മണിയോടുകൂടി ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രാമീൺ ബാങ്കിന് സമീപത്ത് ഒരു സ്ഫോടനം ഉണ്ടാകുന്നു. തുടരെ 13ഓളം സ്ഫോടനങ്ങൾ വിവിധ ഭാഗങ്ങളുണ്ടായി. അതിനുശേഷം ഇസ്ലാമാബാദിൽ അവിടുത്തെ കോടതി, ജില്ലാ കോടതിക്ക് സമീപം സ്ഫോടനമുണ്ടായി. 12ഓളം പേർ കൊല്ലപ്പെട്ടു. അതായത് ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണ ശ്രമം ഉണ്ടായപ്പോൾ തന്നെ, ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. ഇതാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ഓഗസ്റ്റ് 5-നാണ് ഈ ഷേഖ് ഹസീന അവിടെ നിന്ന് രാജ്യം വിട്ടു പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഷേഖ് ഹസീന ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ സുരക്ഷിതമായിട്ട് കഴിയുകയാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ വിശകലനം ചെയ്ത ഒരു ട്രിബ്യൂണലുണ്ട് ബംഗ്ലാദേശിൽ. അത് ഒരു സുപ്രധാന വിധിയിലേക്ക് കടക്കുകയാണ്. അത് ബംഗ്ലാദേശിൻ്റെ മുൻ ഭരണാധികാരി ഷേഖ് ഹസീനയെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഷേഖ് ഹസീനയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 15 വരെ, അതായത് ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 15 വരെ നീണ്ട കാലത്ത് വലിയ രീതിയിൽ പ്രക്ഷോഭം അടിച്ചമർത്താൻ ശ്രമിച്ചു. അന്ന് 1400ഓളം പേർ കൊല്ലപ്പെട്ടു. അത്തരത്തിൽ കൂട്ടക്കൊല നടത്തിയതിൻ്റെ ഉത്തരവാദിത്വം ഷേഖ് ഹസീനയ്ക്കാണെന്ന് പറഞ്ഞിട്ട് ഇവരെ ഒരുപക്ഷെ വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള നീക്കമാണ്. ഇപ്പോൾ അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള മുഹമ്മദ് താജുൽ ഇസ്ലാം പറയുന്നത് ഈ ആക്രമണങ്ങളുടെ, ഈ കൂട്ടക്കൊലയുടെ സുപ്രധാന ശില്പി എന്ന് പറയുന്നത്, ഗൂഢാലോചന നടത്തിയ ആ വ്യക്തി എന്ന് പറയുന്നത് ഷേഖ് ഹസീനയാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണകൂടം ഷേഖ് ഹസീനയെ വിട്ടു നൽകണമെന്നാണ് പറയുന്നത്. പക്ഷേ ഹസീന തൻ്റെ ആത്മകഥയിൽ ഉൾപ്പെടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ബംഗ്ലാദേശിൽ ജൻസി കലാപം ഉണ്ടായപ്പോൾ തന്നെ കൊല്ലാനായിട്ട് ചില നീക്കങ്ങൾ നടത്തുന്നു. തനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആ സമയത്ത് ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ്റെ ഫോൺ തനിക്ക് വരുന്നു. എന്നിട്ട് പറയുന്നു, ധൈര്യമായിട്ടിരിക്കും, നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കുമെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും എനിക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. പക്ഷേ വളരെ പെട്ടെന്ന് തൻ്റെ ഔദ്യോഗിക കൊട്ടാരത്തിൽ നിന്ന് പറന്നുയരാൻ വേണ്ടി ഒരു ഹെലികോപ്റ്റർ വരുന്നു. ഈ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ വിദേശത്തുള്ള മകനെ ബന്ധപ്പെടുന്നു. അപ്പോൾ പറയുന്നത്, ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചതല്ലേ, ആ ഉദ്യോഗസ്ഥൻ വാക്ക് തന്നല്ലേ, അമ്മ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. ആ വാക്കിൻ്റെ പുറത്താണ് ഹെലികോപ്റ്ററിൽ കയറി താൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്.
അപ്പോഴും ഇന്ത്യൻ അതിർത്തിയിൽ എത്തുന്നത് വരെ താൻ രക്ഷപ്പെടുമെന്ന് ഉറപ്പില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയ ഉദ്യോഗസ്ഥൻ ആരാണ്? അജിത് ഡോവലാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ മീഡിയ ഇപ്പോൾ അജിത് ഡോവലിനെ വലിയ തോതിൽ അധിക്ഷേപിക്കുന്ന തരത്തിൽ വാർത്തകൾ നൽകുകയാണ്. കാരണം ബംഗ്ലാദേശിൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അജിത് ഡോവലാണ്. എന്തിനാണ് അങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ ഇവിടെ അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ NIAയുടെ അന്വേഷണം കൃത്യമായിട്ടും ബംഗ്ലാദേശിലേക്ക് നീങ്ങുന്നു. അവിടേക്ക് വന്ന 40 കിലോ RDX അത് ഇന്ത്യയിലേക്ക് എത്തിയോ എന്നുള്ളത് സംശയമുണ്ട്. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടന്ന പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ഫോടനം നടന്നിരുന്നു. ഈ സ്ഫോടനത്തിൽ വയറോ സ്വിച്ചോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതായത് ചെറിയ ചൂടേറ്റാൽ പോലും ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നൂതന സാങ്കേതിക വിദ്യയാണ് അവിടെ അപ്ലൈ ചെയ്തത്. അമേരിക്കയിലും മറ്റും സ്ഫോടനം നടത്തുന്ന അതേ സാങ്കേതിക മികവോടെ. അപ്പോൾ അത്തരത്തിൽ തുർക്കിയുടെ പിന്തുണയോടെ, പാകിസ്ഥാൻ്റെ പിന്തുണയോടെ ബംഗ്ലാദേശിലെ ഢാക്ക കേന്ദ്രീകരിച്ച് ഒരു വലിയ ഗൂഢാലോചന നടന്നു. മാത്രമല്ല ബംഗ്ലാദേശിൽ നടന്നതിന് സമാനമായിട്ട് ഒരു ജൻസി കലാപം ഇവിടെ സൃഷ്ടിക്കണം. അതിന് രാഹുൽ ഗാന്ധി ഇവിടെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. പിന്നീട് ബീഹാർ ഇലക്ഷൻ വരുന്നു. ഈ ഇലക്ഷനിൽ NDAക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ BJP സർക്കാരിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ യുവാക്കളെ തെരുവിലേക്ക് ഇറക്കി ഒരു കലാപം സൃഷ്ടിക്കുന്നു. ആ സമയത്ത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേപോലെ ഒരേ സമയം സ്ഫോടനം നടത്തണം. ഇതായിരുന്നു തന്ത്രം. പക്ഷേ തന്ത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പാളിപ്പോയി. മാത്രമല്ല സ്ഫോടക വസ്തു ശേഖരണത്തെക്കുറിച്ച് ഇന്ത്യൻ ഇൻ്റലിജൻസിനും അതുപോലെ ജമ്മു കാശ്മീർ പോലീസിനും ചില സൂചനകൾ ലഭിച്ചു. അവരിത് കണ്ടെത്തുകയും ചെയ്തു. ഒടുവിൽ തന്ത്രങ്ങളെല്ലാം പാളുമെന്ന് മനസ്സിലായപ്പോഴാണ് ഉമർ നബി എന്ന് പറയുന്ന ചാവേർ, അയാൾ ഡോക്ടർ കൂടിയാണ്, അയാൾ അവിടെ ചാവേർ ആക്രമണം നടത്തി ജീവൻ നഷ്ടപ്പെടുത്തി ഇന്ത്യക്ക് വലിയ നാശമുണ്ടാക്കാൻ ശ്രമിച്ചു. 13 വിലപ്പെട്ട ജീവനുകൾ നമുക്ക് നഷ്ടമായി. എങ്കിൽ പോലും ഈ വമ്പൻ പദ്ധതിയെ പൂർണ്ണമായിട്ടും പൊളിക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഷേഖ് ഹസീനയ്ക്കെതിരായിട്ട് അവിടെ അന്താരാഷ്ട്ര കോടതി കുറ്റകൃത്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ട്രിബ്യൂണൽ ഒരു വിധി പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നു. അവിടെയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ചുരുക്കം പറഞ്ഞാൽ ബംഗ്ലാദേശ് സർക്കാർ ഇപ്പോൾ വലിയ സുരക്ഷകളാണ് ആ രാജ്യത്തുടനീളം ഏർപ്പെടുത്തിയത്. കാരണം ഹസീനയ്ക്കെതിരായിട്ട് വിധി വന്നാൽ അവാമി ലീഗ് എന്ന് പറയുന്ന അവരുടെ പാർട്ടി നിരോധിക്കപ്പെടും. പിന്നീട് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും ബംഗ്ലാദേശിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുക. അവിടേക്ക് പിന്നെ ഇന്ത്യൻ ഇടപെടൽ ഉണ്ടാകരുത്. ഇതാണ് ഇവരുടെ തന്ത്രം. എന്തായാലും ഹസീനയ്ക്കെതിരായിട്ട് വിധി വരുമ്പോൾ ഇന്ത്യൻ നിലപാട് എന്താണെന്നുള്ളത് ലോകവും ഉറ്റുനോക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ ബുദ്ധിമുട്ടുണ്ട്, തുർക്കിക്ക് നേരിട്ട് ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരായിട്ട് ബംഗ്ലാദേശ് വഴിയുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ചെങ്കോട്ട ആക്രമണത്തിന് ശേഷമാണ് ഈ പറയുന്ന തുർക്കിയിൽ നിന്ന് അസർബൈജാനിലേക്ക് പോയ ഒരു സൈനിക വിമാനം പൊട്ടിത്തകർന്നത്. അപ്പോൾ ആ വിമാനത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതിൻ്റെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ചുരുക്കം പറഞ്ഞാൽ അജിത് ഡോവൽ കൃത്യമായിട്ട് പണി ആരംഭിച്ചു. ഇപ്പുറത്ത് വിജയ് സാഖറയുടെ നേതൃത്വത്തിൽ കേരളത്തിലും ഇത് സംബന്ധിച്ചുള്ള ചില അന്വേഷണങ്ങൾ നടത്തുന്നു. കാരണം ബംഗ്ലാദേശിൽ പഠിച്ചിറങ്ങിയ ചില ഡോക്ടേഴ്സ് കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരം NIAക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ബംഗ്ലാദേശാണ് ഈ ചെങ്കോട്ട ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന നിലയിൽ പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ പ്രധാന ഗൂഢാലോചനാ കേന്ദ്രം എന്ന നിലയിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ എത്തിച്ചു കൊടുത്തത് ബംഗ്ലാദേശാണോ, ഈ തീവ്രവാദികളെ ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറാൻ അനുവദിച്ചത് ബംഗ്ലാദേശാണോ എന്ന കാര്യം കൂടി അറിയണം. കാരണം ഈ ആക്രമണത്തിന് ചുക്കാൻ വഹിച്ച ഡോക്ടേഴ്സ് തുർക്കിയിൽ പോയി അങ്കോറയിൽ 2 ആഴ്ചക്കാലം കഴിഞ്ഞിരുന്നു. അവിടുത്തെ IS നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള കാര്യം വ്യക്തമാണ്. ഒപ്പം തന്നെയാണ് ഈ ഇമാമിൻ്റെ നേതൃത്വത്തിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ ഡോക്ടേഴ്സും ബംഗ്ലാദേശിലെ ചില ഡോക്ടേഴ്സും ഉൾപ്പെട്ടിട്ടുണ്ട്. ഒപ്പം കേരളത്തിലെ അഹമ്മദ് കേരളത്തിലേക്ക് വന്നിട്ടുള്ള ഒരു ഡോക്ടറുണ്ട്. അയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ ഡോക്ടേഴ്സുമായിട്ടും ഇവർക്ക് ഈ നെറ്റ്വർക്കിന് വലിയ ബന്ധമുണ്ട്. അപ്പോൾ ഒരു വലിയ നെറ്റ്വർക്കാണ് ഇവിടെ പ്രവർത്തിച്ചതെന്നും ഉക്കാസ എന്ന് പറയുന്ന ഒരു അപരനാമത്തിൽ അറിയപ്പെടുന്ന ആസൂത്രകൻ ഇതിൻ്റെ പിന്നിലുണ്ട്. അയാൾ ഢാക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ചെങ്കോട്ട ആക്രമണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട രാജ്യം ബംഗ്ലാദേശാണ്. അപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശിനും എതിരെയുള്ള പണി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉടൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. NIA കൃത്യമായ രീതിയിൽ കരുക്കൾ നീക്കുന്നുണ്ട്. അജിത് ഡോവലിൻ്റെ നീക്കം എന്താണെന്ന് ബംഗ്ലാദേശ് ഗവൺമെൻറ് ഇപ്പോൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.